ഇനി വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ പോളിംഗ് സാഹചര്യം എന്ന് നോക്കാം. കമലുണ്ട്. കമൽ, എവിടെ? രതീഷ്, കൽപ്പറ്റ നഗരത്തിലാണുള്ളത്. കൽപ്പറ്റ മുണ്ടേരി ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 3 ബൂത്തുകളുണ്ട്. പക്ഷേ ഒരു ബൂത്തിലും കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല. ആളുകൾ വന്ന് വോട്ട് ചെയ്ത് പോകാവുന്നൊരു സാഹചര്യം, നീണ്ട ക്യൂ എവിടെയും ഇല്ല. പക്ഷേ വോട്ടിംഗ് ശതമാനം നല്ല രീതിയിൽ ഉയർന്നിട്ടുണ്ട്. 67% ആളുകൾ 4 മണിയോടെ വയനാട് ജില്ലയിൽ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അത് മികച്ച രീതിയിലുള്ള ഒരു പോളിംഗ് ആണെന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. കാരണം രാവിലെ അത്ര തിരക്ക് ബൂത്തുകളിൽ അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ പിന്നീട് 10 മണിയോടെ വലിയ രീതിയിൽ വോട്ടർമാർ ബൂത്തുകളിലേക്ക് എത്തുകയായിരുന്നു. അങ്ങനെ ഉച്ചയോടെ തന്നെ 50% പിന്നിട്ടു. ഇപ്പോഴെന്തായാലും 67% ഏറ്റവും ഒടുവിലത്തെ വിവരമനുസരിച്ച്. ഇനിയും വലിയ രീതിയിൽ ഉയരാനുള്ള ഒരു സാധ്യതയാണുള്ളത്. വൈകുന്നേരം ഒരു അവസാന മണിക്കൂറിലേക്കൊക്കെ കടക്കുമ്പോൾ കൂടുതൽ വോട്ടർമാർ എത്തും. ഒരുപക്ഷെ ജോലിക്ക് പോയ ആളുകൾ, ദിവസവും ജോലിക്ക് പോകുന്ന ആളുകൾ ഒരു സാധ്യത സ്ഥാനാർത്ഥികളും ഏജന്റുമാരും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെയാണെങ്കിൽ വളരെ ഉയർന്ന ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നാണ് കരുതുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ പലയിടത്തും ഇപ്പോഴും ക്യൂ ഉണ്ട്. കാരണം അവിടെ സമയമെടുത്താണ് വോട്ട് ചെയ്യുന്നത്. 3 വോട്ട് രേഖപ്പെടുത്തി വരേണ്ടതുണ്ട്. നഗരസഭയിലാകുമ്പോൾ 1 വോട്ട് മാത്രമേ രേഖപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആളുകൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് വരുന്നുണ്ട്. എങ്കിലും ആളുകൾ ഇപ്പോഴും ഓരോ ബൂത്തിലും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കുറച്ച് 4 മണി ആയതോടെ കുറച്ച് പേരൊക്കെ വോട്ട് ചെയ്യാൻ സ്ത്രീകളടക്കമുള്ളവർ എത്തുന്നുണ്ട്. എന്തായാലും അവസാന മണിക്കൂറിൽ കുറച്ചുകൂടി തിരക്ക് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രതീഷ്.